നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വേൾഡ് കപ്പിൽ ഇങ്ങനെ റൗണ്ട് ഓഫ് 32 മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ആവേശം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസത്തെ മത്സരങ്ങളൊക്കെ ത്രില്ലർ പോരാട്ടങ്ങളായിരുന്നു. അതായത് അവസാന മിനിറ്റുകളിലേക്കും ഒപ്പം ഷൂട്ടൗട്ടിലേക്കും ഒക്കെ കടന്ന മത്സരങ്ങളായിരുന്നെങ്കിൽ ഇന്നലെ നടന്ന മത്സരങ്ങളൊക്കെ ഒരു ആധികാരിക ജയം സ്വന്തമാക്കുന്ന മത്സരങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ നടന്നത്. പ്രധാനമായും ഫ്രാൻസ് സ്വീഡനെ അട്ടിമറിച്ചുകൊണ്ട് ഫ്രാൻസ് അടുത്ത പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയിട്ടുണ്ട്. നോർവേ ഒപ്പം മെക്സിക്കോ, അതുവരെ മെക്സിക്കോ, ഈ 3 ടീമുകളാണ് ഇന്നലെ വിജയിച്ചുകൊണ്ട് റൗണ്ട് ഓഫ് 32 നിന്നും പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നലെ ആദ്യത്തെ മത്സരം തുടങ്ങാം അല്ലേ. ഇന്നലത്തെ ആദ്യത്തെ മത്സരം ഐവറി കോസ്റ്റും നോർവേയും തമ്മിലുള്ളൊരു പോരാട്ടമായിരുന്നു. നമുക്കറിയാം ഹാലണ്ടിൻ്റെ നോർവേ വിജയം സ്വന്തമാക്കുമോ എന്ന് ആരാധകരൊക്കെ ഉറ്റുനോക്കിയിരുന്ന ഒരു പോരാട്ടം കൂടിയായിരുന്നു ഇന്നലത്തേത്. അതിൽ ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് നോർവേ പരാജയപ്പെടുത്തിയിരുന്നു. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ അന്റോണിയോ ന്യൂസയാണ് ആദ്യ ഗോൾ നോർവേക്ക് വേണ്ടി സ്വന്തമാക്കുന്നത്. പിന്നീട് മത്സരത്തിൽ 74-ാം മിനിറ്റിൽ ഐവറി കോസ്റ്റ് സമനില ഗോൾ നേടി. അമാഡ് ഡയലോ ആണ് ഗോൾ നേടിയത്. എന്നാൽ 86-ാം മിനിറ്റിൽ വിജയ ഗോൾ അത് ഹാളണ്ടിൻ്റെ കാലിൽ നിന്ന് പിറക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഹാളണ്ട് തൻ്റെ ടീമിനെ അടുത്ത ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പ്രീ ക്വാർട്ടറിലേക്കൊക്കെ എത്തിച്ചിരിക്കുകയാണ്. ആദ്യ പകുതിയിൽ നോർവേയാണ് കൂടുതൽ ആക്രമിച്ച് കളിച്ചത് എന്ന് പറയാൻ സാധിക്കും. വ്യക്തിഗത മികവിൽ തന്നെ ഗോളിലൂടെ ലീഡ്, അതായത് അന്റോണിയോ ന്യൂസ ആ ഒരു വ്യക്തിഗത മികവിലൂടെ നേടിയൊരു ഗോളാണ് എന്നുള്ളത് പറയാം. രണ്ടാം പകുതിയിൽ ഐവറി കോസ്റ്റ് ശക്തമായിട്ടൊരു തിരിച്ചുവരവായിരുന്നു. കാരണം 74-ാം മിനിറ്റിൽ ആ ഒരു ഗോൾ അതോട് സമനില പിടിച്ചു മത്സരം കൂടുതൽ ശക്തമായി തങ്ങൾ മത്സരത്തിലുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പോരാട്ടമായിരുന്നു. എന്നാൽ 86-ാം മിനിറ്റിൽ ഹാലണ്ട് ഒരു ഗോൾ നേടിക്കൊണ്ട് മത്സരം തിരിച്ച്, അതായത് സമനിലയിലേക്ക് പോകില്ല, തങ്ങൾ തന്നെ ജയിക്കും, തങ്ങൾ തന്നെ റൗണ്ട് ഓഫ് 32 നിന്ന് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും എന്ന് അടിവരയിട്ടുറപ്പിക്കുന്ന പ്രകടനമായിരുന്നു ഹാലൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അങ്ങനെ ഐവറി കോസ്റ്റിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് അവസാന 16ലേക്ക് അവർ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. മികച്ച കൗണ്ടർ അറ്റാക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഹാളണ്ടിൻ്റെ അവസരം മുതലാക്കൽ അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് പറയാം. ഐവറി കോസ്റ്റ് രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ ആദ്യ പകുതിയിൽ അവർ കുറച്ച് പിന്നിലായിപ്പോയി. അവസാന നിമിഷങ്ങളിലേക്കൊക്കെ വന്നപ്പോൾ അവർ കുറച്ച് ആവേശം അവർക്ക് നഷ്ടപ്പെട്ടോ എന്ന് തോന്നിപ്പോയൊരു പ്രകടനം കൂടിയായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. കളിയിലെ താരമായി മാറിയത് എർലിംഗ് ഹാളണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അങ്ങനെ ഐവറി കോസ്റ്റിനെ തകർത്തുകൊണ്ട് നോർവേ ഈ ഒരു റൗണ്ട് ഓഫ് 32 നിന്ന് അവസാന 16ലേക്ക് മുന്നേറിയിട്ടുണ്ട്. ഇനി ഇന്നലെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം ഫ്രാൻസും സ്വീഡനും തമ്മിലുള്ളൊരു പോരാട്ടമായിരുന്നു. അത് 3-0 ഫ്രാൻസ് വിജയിക്കുന്ന ഒരു കാഴ്ച. അതിൽ എംബാപ്പയുടെ ഒരു ഇരട്ട ഗോൾ നേട്ടം കൂടിയുണ്ട്. ഗോൾ നേട്ടത്തോടുകൂടി എംബാപ്പയും ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ മെസ്സിക്കൊപ്പമാണ് താനും എന്ന് കുറച്ചുകൂടി ഊന്നി ചെയ്യുന്ന പ്രകടനം എംബാപ്പയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഈ ലോകകപ്പിൽ ഇതുവരെ ഗോൾ വേട്ടക്കാരുടെ നോക്കുകയാണെങ്കിൽ 6 ഗോളുകളുമായി മെസ്സിക്കൊപ്പം എത്തിയിട്ടുണ്ട് എംബാപ്പെ. ഒപ്പം ലോകകപ്പിലെ ആകെ ഗോൾ വേട്ടക്കാരുടെ ഇതിൽ 18 ഗോളുകളുമായിട്ട് മെസ്സിക്ക് തൊട്ടരികിലുണ്ട് എംബാപ്പെ എന്നുള്ളതാണ്. അപ്പോൾ മത്സരത്തിൻ്റെ 45-ാം മിനിറ്റിലാണ്, അതായത് ആദ്യ പകുതിയിൽ തന്നെ എംബാപ്പെ ഫ്രാൻസിന് അനുകൂലമായി ഗോൾ നേടുന്നു. 53-ാം മിനിറ്റിൽ ബാർക്കോയുടെ വക രണ്ടാം ഗോൾ പിറക്കുന്നു. 74-ാം മിനിറ്റിൽ എംബാപ്പെ വീണ്ടും ഗോൾ വല ചലിപ്പിക്കുന്നു. അങ്ങനെ 3 ഗോളുകൾ ഫ്രാൻസ് സ്വന്തമാക്കുന്നു. സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഇങ്ങനെ ഫ്രാൻസ് പരാജയപ്പെടുത്തുന്ന കാഴ്ച കാണാൻ സാധിച്ചു. ഫ്രാൻസിൻ്റെ പ്രകടനത്തിലേക്ക് വന്നാൽ വേഗമേറിയ ക്വിക്കായിട്ടുള്ള ട്രാൻസിഷൻ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് പറയാം. ഹൈ പ്രസ്സും ക്ലിനിക്കൽ ഫിനിഷിങ്ങും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു. സ്വീഡൻ ആണെങ്കിൽ ആദ്യ പകുതിയിൽ മികച്ച രീതിയിലൊരു പ്രതിരോധം അവർ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം ആദ്യ പകുതി തീരാൻ മിനിറ്റുകൾ മാത്രം, അതായത് സെക്കൻഡുകൾ മാത്രം, 45-ാം മിനിറ്റിലാണ് ഫ്രാൻസ് ഗോൾ നേടുന്നത്. അപ്പോൾ ആദ്യ പകുതിയിൽ കൃത്യമായി പ്രതിരോധിച്ച് കളിച്ചു സ്വീഡൻ എന്ന് പറയാൻ സാധിക്കും. പക്ഷേ രണ്ടാം പകുതി എത്തിയപ്പോൾ അവരുടെ താളം നഷ്ടമാകുന്ന കാഴ്ച. കാരണം ആദ്യ പകുതിക്ക് പിരിയുന്നതിന് തൊട്ട് മുമ്പ് ആ ഗോൾ വീണത് രണ്ടാം പകുതിയിൽ അവരെ വലിയ രീതിയിൽ ബാധിച്ചു. അങ്ങനെ രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ കൂടി ഫ്രാൻസ് നേടുന്ന കാഴ്ച. എന്തായാലും കിലിയൻ എംബാപ്പയാണ് കളിയിലെ താരമായി മാറിയിരിക്കുന്നത്. ഇന്നലെ നടന്ന മൂന്നാമത്തെ മത്സരം മെക്സിക്കോയും ഇക്വഡോറും തമ്മിലുള്ളതായിരുന്നു. അതിൽ മെക്സിക്കോ ആധികാരികമായി 2-0 ഒരു വിജയം, ഇക്വഡോർ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മെക്സിക്കോ വിജയം സ്വന്തമാക്കി. ജൂലിയൻ കിനോൻസും ഒപ്പം റൗൾ ജിമനസുമാണ് 2 ഗോളുകൾ മെക്സിക്കോയ്ക്ക് വേണ്ടി നേടിയത്. മെക്സിക്കോ ആരാധകർക്ക് മുന്നിൽ തുടക്കം മുതൽ അവർ ആക്രമിച്ച് കളിക്കുകയായിരുന്നു പറയാം. ആദ്യ ഗോളിലൂടെ ആത്മവിശ്വാസം നേടിയവർ രണ്ടാം ഗോളിലൂടെ വിജയം ഉറപ്പിക്കുകയായിരുന്നു എന്ന് പറയാം. ഇക്വഡോർ അവസാന ഘട്ടത്തിൽ ശക്തമായി തിരിച്ചുവരാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അവർക്കൊരു റെഡ് കാർഡ് കിട്ടിയത് അവർക്ക് വലിയ രീതിയിൽ
അവരുടെ പ്രതീക്ഷകൾ തകർത്തെറിയുന്നതായിരുന്നു എന്ന് പറയാം. പീറോ ഹിൻകാപ്പിക്ക് ഒരു റെഡ് കാർഡ് അവസാന നിമിഷം കിട്ടിയത് അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായി എന്ന് പറയാം. മെക്സിക്കോയുടെ അഡ്വാൻറ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ച ഹോം പിന്തുണ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, അതായത് ആതിഥേയ ടീമാണ്, അതുകൊണ്ട് തന്നെ ആരാധകരുടെ ഒരു പിന്തുണ അവർക്ക് വലിയ രീതിയിലുണ്ട്, അതവർ മുതലാക്കുകയും ചെയ്തു. വിങ്ങുകളിലുള്ളൊരു ആക്രമണം അത് ശക്തമായിരുന്നു, ഒപ്പം സെറ്റ് പീസുകളിൽ മികവ് അത് അവർക്ക് ഗുണം ചെയ്തു എന്ന് പറയാം. ഇക്വഡോർ രണ്ടാം പകുതിയിൽ ആക്രമണം നടത്തി, പക്ഷേ കിട്ടിയ അവസരങ്ങൾ പാഴാക്കുന്ന സാഹചര്യമുണ്ടായത്. അപ്പം അങ്ങനെ 3 ടീമുകൾ ഇന്നലെ ഈ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയിട്ടുണ്ട്. മെക്സിക്കോ, ഫ്രാൻസ്, ഒപ്പം നോർവേ, ഈ 3 ടീമുകളാണ് എന്തായാലും പ്രീ ക്വാർട്ടറിലേക്ക് ഇന്നലെ മുന്നേറിയിട്ടുള്ളത്. ഇന്ന് നടക്കാൻ പോകുന്ന മത്സരങ്ങളിലേക്കാണ്. ഇന്ന് 3 മത്സരങ്ങൾ നടക്കുന്നത്. ഇംഗ്ലണ്ട് ഇറങ്ങുന്നുണ്ട്, കോങ്കോയാണ് എതിരാളികളായിട്ടുള്ളത്. ഒപ്പം ബെൽജിയം ഇറങ്ങുന്നുണ്ട്, സെനഗലാണ് എതിരാളികളായിട്ടുള്ളത്. USA ഇറങ്ങുന്നുണ്ട്, അതിഥേയരായ USA ഇറങ്ങുന്നുണ്ട്. ബോസ്നിയാണ് USAയുടെ എതിരാളികളായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മത്സരങ്ങളിലേക്ക് വന്നതിൽ ആദ്യ മത്സരം ഇംഗ്ലണ്ടും കോങ്കോയും തമ്മിലൊരു പോരാട്ടത്തിലേക്ക് വരാം. ഇംഗ്ലണ്ടിൻ്റെ പ്രകടനം ഗ്രൂപ്പ് ഘട്ടത്തിലൊക്കെ അത്യാവശ്യം നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ച് 2 വിജയവും ഒരു സമനിലയും ഒക്കെ നേടിയാണ് ഇംഗ്ലണ്ട് എന്തായാലും എത്തുന്നത്. പനമയ്ക്കെതിരെ 2 ഗോളുകൾക്ക്, ക്രൊയേഷ്യക്കെതിരെ 4-2 ഒരു വിജയം, ഘാനയ്ക്കെതിരെ ഒരു സമനില, അങ്ങനെ തോൽവി അറിയാതെയാണ് അവർ എത്തുന്നത്. കോങ്കോ ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച ആക്രമണ പ്രകടനം അവർ നടത്തിയിരുന്നു. ഉസ്ബെക്കിസ്ഥാനെ 3-1 പരാജയപ്പെടുത്തിയൊക്കെ അവർക്ക് വലിയ രീതിയിലൊരു ആത്മവിശ്വാസം എന്തായാലും നൽകിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ഹാരി കെയ്നും ബെല്ലിംഗമും ഒക്കെ മികച്ച ഫോമിലാണോ എന്നുള്ളത് അവർക്ക് വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നുണ്ട് ഇംഗ്ലണ്ടിന്. എന്നാലും ആരാധകരൊക്കെ നോക്കുന്നത് കോങ്കോ ഇംഗ്ലണ്ടിനെ അട്ടിമറിക്കുമോ എന്നുള്ളതാണ്. കാരണം ഒരു ചെറിയ ടീം ഇംഗ്ലണ്ട് പോലൊരു ടീമിനെ അട്ടിമറിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ ഉയരാൻ സാധിക്കും. പക്ഷേ അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ ഇംഗ്ലണ്ട് അനായാസം അടുത്ത ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ട് ഉള്ളത് എന്ന് പറയാം. മറ്റൊരു പോരാട്ടം നടക്കാനുള്ളത് ബെൽജിയവും സെനഗലും തമ്മിലൊരു പോരാട്ടമാണ്. ബെൽജിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂസിലൻഡിന് 5-1 തകർത്തൊരു അവർക്കുണ്ട്, അതിൻ്റെ ആത്മവിശ്വാസം അവർക്കുണ്ട്. ഗ്രൂപ്പ് ജേതാക്കളായിട്ടാണ് അവർ എത്തുന്നത്. മറുവശത്ത് സെനഗലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാഖിന് 5-0 അവർ തകർത്തിരുന്നു, അതിൻ്റെ ഒരു ആത്മവിശ്വാസം അവർക്കുമുണ്ട്. മികച്ച ആക്രമണ ഫോമിൽ തന്നെയാണ് സെനഗൽ ഉള്ളത് എന്ന് പറയാം. ബെൽജിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡി ബ്രൂയിനും ലുക്കാക്കും അടക്കമുള്ള താരങ്ങൾ അവരുടെ ആ ഒരു നിരയിലുണ്ട്, അതിൻ്റെ ആത്മവിശ്വാസം തന്നെയാണ് അവർക്കുള്ളത് എന്ന് പറയാൻ സാധിക്കും. സെനഗലിലേക്ക് വന്നാൽ സാദിയോ മാനെ സെനഗലിൻ്റെ നിരയിലുണ്ട്. അപ്പോൾ അങ്ങനെ ലുക്കാക്കുവും ഡി ബ്രൂയും സാദിയോ മാനയും അടക്കമുള്ളവരുടെ ഒരു നേർക്കുനേർ പോരാട്ടം എന്തായാലും ഇന്ന് ആരാധകർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ആര് വിജയിക്കും എന്നുള്ളതാണ്. ആരാധകരൊക്കെ പറയുന്നത് ബെൽജിയത്തിനാണ് മുൻതൂക്കം ബെൽജിയത്തിനാണെന്നൊക്കെയാണ്. പക്ഷേ സെനഗലിനെ ഒട്ടും ചെറുതായി കാണാൻ സാധിക്കുന്ന ടീമല്ല. മാനെ അടക്കമുള്ളവരുടെ ഫോം അവർക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി നടക്കാനുള്ള മറ്റൊരു പോരാട്ടം USA-യും ബോസ്നിയയും തമ്മിലൊരു മത്സരമാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് USA വരുന്നത്. ആതിഥേയരാണ്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് എന്തായാലും ഉണ്ട് എന്നുള്ളതാണ്. ബോസ്നിയ കാനഡയ്ക്കെതിരായ മികച്ച പ്രകടനത്തോടെയാണ് അവർ നോക്കൗട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇവർ തമ്മിലൊരു പോരാട്ടം ഇന്നും നടക്കാനുണ്ട്. ആരാധകർ അല്ലെങ്കിൽ ആളുകളൊക്കെ പ്രവചിക്കുന്നത് 2-1 ഇന്ന് USA വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബോസ്നിയ അത്ര ചെറുതായി കാണേണ്ട ടീമല്ല. നേരത്തെ പറഞ്ഞ കാനഡയ്ക്കെതിരായൊക്കെയുള്ള അവരുടെ മികച്ച പ്രകടനം അവർക്ക് വലിയ ആത്മവിശ്വാസം എന്തായാലും നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്ന പ്രകടനങ്ങൾ അല്ലെങ്കിൽ മത്സരങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ഇന്ന് പറഞ്ഞ ഓവറോൾ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അതായത് ഫ്രാൻസ്, നോർവേ, മെക്സിക്കോ എന്നീ ടീമുകൾ ഈ ഒരു പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയിട്ടുണ്ട്. 32 നിന്നും 16 അവർ മുന്നേറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഇംഗ്ലണ്ടും ബെൽജിയവും അമേരിക്കയും ഇറങ്ങുന്നുണ്ട്. നോക്കൗട്ട് മത്സരങ്ങൾ ഇതിനുവേണ്ടി ആരാധകരൊക്കെ എന്തായാലും കാത്തിരിക്കുന്നുണ്ട്. ഇതിലാരൊക്കെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്നുള്ളത്, വലിയ അട്ടിമറികളൊക്കെ നടക്കുമോ എന്നുള്ളതും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിനെ കോങ്കോ അട്ടിമറിക്കുമോ, ബെൽജിയത്തിനെതിരെ സെനഗൽ ഒരു വിജയം സ്വന്തമാക്കുമോ, ആതിഥേയരായ USA ബോസ്നിയ തകർത്തെറിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആരാധകർ എന്തായാലും ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പം ഇനി അടുത്ത 1-2 മത്സരങ്ങളിലൊക്കെ ആരാധകർ വലിയ രീതിയിൽ ആവേശത്തോടെ കാത്തിരിക്കുന്ന മത്സരങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ വരാനുണ്ട്. അതിൻ്റെയൊക്കെ ആത്മവിശ്വാസത്തിൽ അതിൻ്റെയൊക്കെ കാണാൻ ആവേശത്തിൽ തന്നെയാണ് ഫുട്ബോൾ ആരാധകരെല്ലാവരും ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളുടെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം അത് ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം ഡി കുമാർ സൈനിങ് ഓഫ്.